ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എന്താ ഒരു വീഡിയോ ഇടണ്ടേ, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കുക കേട്ടോ. പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് നോക്കിയപ്പോൾ രാവിലെ സാധാരണ പോലെ എന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടില്ലെങ്കിലോ, അതും ഒരു മോശക്കേടാണല്ലോ. അപ്പം ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതിരുന്ന് നമ്മുടെ ഒരു ഒരു ജീവിതത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ രാവിലെ മോൻ കട്ടൻ ചായ ഒഴിച്ചു, പിന്നെ അവന് കട്ടൻ ചായ എടുത്തു, പിന്നെ ചപ്പാത്തിക്ക് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും പച്ചമീനൊന്നും കൂട്ടലില്ല. അമ്മമാർ എല്ലാവരും ഒന്നും പച്ചമീൻ കൂട്ടിയല്ല കേട്ടോ, മീനൊന്നും കൂട്ടലില്ല. അതുകൊണ്ടാട്ടോ ഈ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ചപ്പാത്തിക്ക് മീൻ ഉണ്ടാക്കണം. മീൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലാട്ടോ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മമാരാട്ടോ വെള്ളത്തിന് പോയത്. എന്നോട് പറഞ്ഞു രാവിലെ മീൻ മേടിക്കാൻ പോയിക്കോ, ഞങ്ങൾ വെള്ളത്തിനൊക്കെ പോയിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. എങ്കിലും ഞാൻ ഒരു ചെറിയ ബക്കറ്റ് എടുത്ത് അവരുടെ കൂടെ പോകുന്നു കേട്ടോ. എനിക്ക് അവർ സ്വന്തം വെള്ളം എടുക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം ഞാനും പുറകെ ഓടി വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അന്നേരം അവരെന്നോട് ചോദിച്ചു എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. എങ്കിലും എനിക്ക് അവർക്കും സുഖമില്ല, പനിയുണ്ട്, ഒക്കെ ആകുമ്പോൾ നമുക്കൊരു വിഷമമാട്ടോ. അവർക്കും പ്രായമായതല്ലേ, എനിക്കും പനി. അപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ അതിലും ദയനീയം. ഇതൊക്കെ ഓർക്കുമ്പോൾ അവരും എൻ്റെ കൂടെ എപ്പോഴും പറയും കേട്ടോ, സുബി വരണ്ട, അല്ലെങ്കിൽ അങ്ങനെ പോരണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അവരെ മാക്സിമം വീട്ടിലിരുത്തി ഇവർ തന്നെ എന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകും കേട്ടോ. അപ്പോൾ അവർ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ വേഗം തന്നെ മാർക്കറ്റിൽ പോയി വന്നു കേട്ടോ. റേഷൻ കടയിലും പോയി നമ്മുടെ പീറ്റൂനും ഇക്രൂനുള്ള അരി തീർന്നായിരുന്നു, അത് മേടിക്കേണ്ടിയിരുന്നേ. അപ്പം പച്ചമീൻ കൂട്ടാത്തവർക്ക് കുറച്ച് മാന്തള മീനും മേടിച്ചു, ബാക്കി കുറച്ച് പച്ചമീനും മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ പച്ചമീനോ ഇതൊന്നും ഇല്ലാതെ ഈ ഇക്കുറും പീറ്റും ഒന്നും ചോറ് തിന്നില്ല കേട്ടോ. അവർക്ക് നല്ല മീൻകറിയോ അല്ലെങ്കിൽ വല്ല ബീഫിൻ്റെ ചാറൊക്കെ വേണം കേട്ടോ അവർക്ക് ചോറ് തിന്നണമെങ്കിൽ. പിന്നെ കുഞ്ഞാണിപ്പൂച്ചയ്ക്കും സെയിം അവസ്ഥ, അവർക്ക് പിന്നെ കുറച്ച് ഉണക്കമീൻ്റെ കിട്ടിയാലും മതി. പക്ഷേ ഇവർക്ക് ഈ പീറ്റൂനും ഇക്കുറുവിനും ഉണക്കമീനും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ദിവസവും ഇവർക്ക് പച്ചമീൻ്റെ ചാറും അല്ലെ ബീഫിൻ്റെ ചാറോ അല്ലെ ചിക്കൻ്റെ കഷ്ണമൊക്കെ വേണം അവർക്ക് ചോറുണ്ണാനേ. എങ്കിലും അവർ പിന്നെ ഈ പീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവുകയില്ല കേട്ടോ. എത്ര ഭക്ഷണം കൊടുത്താലും പീറ്റു നന്നാവുകയില്ല. അവൻ്റെ സ്വഭാവം കയ്യിലിരിപ്പും അതുകൊണ്ടാട്ടോ അവൻ നന്നായി വരാത്തത്. അവൻ ഭയങ്കര വഴക്കാളി, അവൻ കയറ് പൊട്ടിക്കും, തൊടൽ പൊട്ടിക്കും, അങ്ങനെയൊക്കെയാട്ടോ. പക്ഷേ ഇക്കുറുവിന് കുഴപ്പമില്ല, അവൾ അത്യാവശ്യം സ്മാർട്ടൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ മീനൊക്കെ വെട്ടാനിരുന്നു കേട്ടോ. അപ്പോൾ അയല മീനാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള അയലമീനാട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലമീനെ. അപ്പം ഞാനത് വെട്ടാൻ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പനി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പാരസെറ്റമോളും മേടിച്ചു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അല്ലെങ്കിലും അമ്മ ഹോസ്പിറ്റലിൽ പോരില്ല, അസുഖമാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോരില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഗുളികയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഫുഡൊന്നും കഴിക്കാൻ അങ്ങനെയൊന്നും ശരിക്കും കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്നോട് പറയും നിനക്കാണ് ആദ്യം വന്നത്, നീ എന്നെ പനി പിടിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്, എനിക്കാട്ടോ ആദ്യം പനി വന്നത്. എൻ്റെ ജലദോഷമൊക്കെ ആട്ടോ അവർക്കും പിടിച്ചത്. ഇപ്പോഴും എൻ്റെ സ്വരത്തിനൊരടപ്പൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല, എങ്കിലും ഞാൻ കുളിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളും ക്ഷീണിച്ച് തളർന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്കല്ലേ ബുദ്ധിമുട്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ എവിടെ ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അയലമീൻ വെട്ടുന്ന കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മീൻ വെട്ടലിൻ്റെ വീഡിയോ ഒക്കെ. പിന്നെ എന്താ ഞാൻ നിങ്ങളെ കാണിക്കുക, എന്ത് ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ഈ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ ഓരോ വീട്ടമ്മമാരുടെ റിയൽ ലൈഫില്ലേ. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുക മീൻ എങ്ങനെയുണ്ട്, നല്ല മീനാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. നെയ്യുണ്ടോ എന്നൊക്കെ, നല്ല മീനാണോ എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം മീനൊക്കെ എന്നോട് ഏതൊരു ആൾ ചോദിച്ചുട്ടോ മീൻ എങ്ങനെയാണ് ചേച്ചി വെട്ടുന്നതെന്ന്. ഞാൻ ഈ ചുണ്ട് വെട്ടി കളയൂ കേട്ടോ. ചുണ്ട് വെട്ടി അതിൻ്റെ തലയിലെ പൂവും ചെകിളെ അങ്ങോട്ട് വലിച്ചെടുക്കൂ കേട്ടോ. അപ്പോൾ അമ്മയാണേ നമ്മുടെ ക്യാമറാമാനെ. പക്ഷേ അത് ഞാൻ ചുണ്ട് വെട്ടുന്ന വീഡിയോ അപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അതുപോലെ അങ്ങോട്ട് ചുണ്ട് വെട്ടു കേട്ടോ താഴേക്ക്. എന്നിട്ട് ആ ചെകിളയും പൂവും എല്ലാം കൂടി അങ്ങ് ഊർത്തി കളയൂ കേട്ടോ. അങ്ങനെയാട്ടോ ഞാൻ മീൻ വെട്ടുന്നത്. പിന്നെ തലയുടെ ഓട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഞാൻ നിർത്തും കേട്ടോ. ഈ തല എന്നിട്ട് ഇക്രൂനും പീറ്റൂനും ഒക്കെ ചോറിനകത്തിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അവർക്ക് നല്ല മീൻകറിയുടെ ടേസ്റ്റ് തന്നെ കിട്ടണം. അവർക്ക് വേണം മീൻകറിയുടെ ചാറ് നമ്മൾ ചേർക്കുന്ന പുളി ഉപ്പും ഒക്കെ ചേർന്ന ചാറാട്ടോ അവർക്കിഷ്ടം. ചിലപ്പോൾ ഞാൻ വേസ്റ്റ് കൊണ്ടുവന്ന് വേവിച്ച് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കുറച്ച് മീനൊക്കെ ആയതുകൊണ്ട് പിന്നെ വേസ്റ്റ് വേറെ വേവിക്കാനൊന്നുമില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഈ തലയെ എടുത്തിട്ട് അവർക്ക് ഇതിൽ നിന്ന് ചാറ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഉപ്പിട്ട് തേക്കുന്ന വീഡിയോയും കൂടി എടുത്തോളാൻ. അങ്ങനെ ഞാൻ ഉപ്പിട്ട് തേക്കുകയാണേ. ഇനി നാളെ ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. സുഖമില്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു ടെൻഷനൊക്കെ കൊണ്ടാട്ടോ എനിക്ക് വീഡിയോയൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റാത്തതും. ഇനിയും പനിയൊക്കെ മാറി സുഖമാകുമ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോയിൽ നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അപാകതകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത്, നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കേട്ടോ. പിന്നെ കാണുന്ന കൂട്ടുകാരും ഒക്കെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പം പിന്നെ മീൻ വെട്ടി ഏകദേശം പൂർത്തിയാകാനായി കേട്ടോ. അത് ഞാനൊരു വേസ്റ്റ് അവിടെ നമ്മളെല്ലാ വേസ്റ്റും ഈ ഒരു ബക്കറ്റിൽ ഒഴിച്ച് വയ്ക്കും കേട്ടോ. അടുക്കളയിൽ പെട്ടെന്ന് നമുക്ക് ആ ഇതിൽ കൊണ്ടുപോയി ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലൊഴിച്ച് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി കേട്ടോ ഇതിൽ ഒഴിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീപ്പയില്ലേ അതിൽ കൊണ്ടുപോയി ഒഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഇത് ഒഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞാണി പൂച്ചയും കരഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വരും കേട്ടോ. ഇത് പുറത്തൊക്കെ ഇടുന്നെങ്കിൽ അവർക്കൊക്കെ ഭക്ഷ്യയോഗ്യമായിരിക്കും. പക്ഷേ ഒന്നും പുറത്തിടാൻ പറ്റില്ല കേട്ടോ. എല്ലാം നമ്മൾ ഈ വീപ്പയിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇത് ജൈവ പ്ലാന്റായിട്ട് നമുക്ക് തന്നതാട്ടോ പഞ്ചായത്തുകാർ. അത് നമുക്ക് അത്യാവശ്യം നല്ല ഗുണവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ജൈവ സംഭരണിയിൽ ഇതൊക്കെ നമ്മൾ സംഭരിച്ച് ഇത് നമ്മൾ വളവുമാക്കും. നമ്മുടെ വീട് കണ്ടില്ലേ നിറച്ചും പുഴുക്കളാട്ടോ. അപ്പോൾ ഇത് നമ്മൾ വളവുമാക്കും. നമ്മുടെ ചെടികൾക്കും പയറൊക്കെ നല്ലോണം കായ്ച്ചിരുന്നു ഇതൊക്കെ ഇട്ടിട്ട്, ഈ വളമൊക്കെ ഇട്ടിട്ട് എല്ലാ ചെടികളൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടേക്കുന്ന കേട്ടോ. അമ്മ അപ്പോഴത്തേക്ക് ഉള്ളി അരിഞ്ഞ് ഇഞ്ചിയും ചതച്ച് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ ഞാൻ വെട്ടുവാണെങ്കിലും എല്ലാവരും സഹായത്തിനുള്ളതുകൊണ്ട് ജോലിയൊക്കെ നമുക്ക് ഭാരം കുറഞ്ഞിരിക്കും കേട്ടോ. എന്നാൽ ആർക്കും അത്രയധികം ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ജോലിയൊക്കെ കഴിയും കേട്ടോ. പിന്നെ കപ്പ ഞാൻ പറഞ്ഞു നാളെ രാവിലെ നമുക്ക് കപ്പ വേവിക്കാം. ഇന്നിനി കപ്പ വേവിക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പനിയായിട്ട് കപ്പ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പച്ചപ്പയർ കുറച്ച് ഉപ്പേരിയും വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുഞ്ഞു ചീൻചട്ടിയില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാൻ വലിയ അഴകൊന്നും ഇല്ലെങ്കിലും അതിനകത്തിട്ട് ചെറിയൊരു ഒതുക്കമുള്ള ചട്ടിയായതുകൊണ്ട് എന്തും വഴറ്റിയും പെട്ടെന്ന് കടുക് പൊട്ടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനിതാട്ടോ എടുക്കുന്നത്. ഇത്തിരി കനം കുറവുള്ളതുകൊണ്ട് വേഗം ചൂടാകുകയും വേഗം വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ തളർന്നു പോയ സന്ദർഭങ്ങളിലും ഞാൻ എന്തെങ്കിലും ചെയ്യണം, നമ്മളുടെ മനസ്സിന് ഒരു എനർജറ്റിക് ആയിട്ടിരിക്കാനും മനസ്സിന് സന്തോഷം കണ്ടെത്താനും ഞാൻ ഓരോ രീതികളിലും ഞാൻ എൻ്റെ മാർഗങ്ങൾ തിരഞ്ഞെടുത്തു. അതിലൊന്നാട്ടോ എൻ്റെ പ്രവാസം. പിന്നെ അങ്ങനെ എന്താണോ എൻ്റെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിലേക്കേലും കടന്ന് അത് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ
ആയി എൻ്റെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത എല്ലാ തീരുമാനങ്ങളും അതുപോലെ ആകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലും ആ രീതിയിൽ വിജയിക്കണം എന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഈശ്വര കടാക്ഷം അല്ലേ, അതിൽ അപ്പുറം നമുക്കൊന്നും പറയാനില്ലല്ലോ. അന്നേരം ഞാൻ അതിൽ അങ്ങനെ എടുത്തൊരു തീരുമാനം കേട്ടോ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയും. പിന്നെ എൻ്റെ മാത്രം കഴിവല്ല, ഒന്നുകൊണ്ടും നേടുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടും പിന്നെ എല്ലാം കൊണ്ടും കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇടാനും ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യാനും കഴിയുന്നതൊക്കെ. പിന്നെ നിങ്ങൾ അതിലുപരി എൻ്റെ പ്രേക്ഷകരും നിങ്ങളും ഒക്കെ തരുന്ന ഓരോ സപ്പോർട്ടും കേട്ടോ എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഓരോ ഈ യൂട്യൂബിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ ഓരോ ഇതും. അപ്പം എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഞാൻ എപ്പോഴും എൻ്റെ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുക കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു മുളക് പൊടിയൊക്കെ ഇടുന്ന കാര്യം പറയുക കേട്ടോ. കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും ഇടണ്ട. ഞാൻ മീൻ മേടിച്ചത് നന്നാവോ കേടാവോ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ലൊരു മീൻകറി ആയിരുന്നു കേട്ടോ എന്തായാലും വെച്ച് വന്നപ്പോൾ. പിന്നെ ഈ തക്കാളി ഈ സവോളയൊക്കെ നല്ലോണം ഇട്ട് വഴറ്റിയിട്ട്, ജലദോഷത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവരിലും ഉണ്ട് കേട്ടോ. എല്ലാവരും മൂക്കും ഒക്കെ ഇങ്ങനെ തിരുമ്മിയും ചീറ്റിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് കിടപ്പൊക്കെ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും പകൽ ഫുള്ളും. അപ്പം ഞാൻ പിന്നെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടൊന്നുമില്ല. ഇനി നാളെ ഞാൻ വേറെ ഓരോ വീഡിയോ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് നാളെ എടുക്കുന്ന വീഡിയോസ് വേറെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ നാളത്തെയും കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഇന്ന് തന്നെ ഇടുക കേട്ടോ. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഇന്നത്തേതും നാളത്തേതും കൂടി കൂട്ടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇന്ന് ചെയ്യുന്ന വീഡിയോസ് ഇന്ന് ചെയ്ത് അതെല്ലാം ഞാൻ വീഡിയോയിൽ നിന്ന് റീസൈക്കിൾ ഉടനെ ഞാനതെല്ലാം ചെയ്യൂ കേട്ടോ. പിന്നെ നാളത്തേക്കുള്ളത് നാളെ ഞാൻ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നാളത്തേത് നാളെ വീഡിയോസ് എടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി. അതിന് പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയോ ഉപ്പോ എല്ലാം ലാസ്റ്റ് നോക്കിയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ, കുറവുള്ളതെല്ലാം. അപ്പോൾ നല്ല ചാറിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി കുറച്ചേറെ വിതറി കൊടുക്കുക കേട്ടോ. അയലയാണ്, ഗ്യാസ് ഉണ്ടാവുമോ ഒക്കെ ഒരു പ്രശ്നം ഓർത്തിട്ട് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ പയറുപ്പേരി അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പയറൊക്കെ ഇനി അതൊന്ന് ഉപ്പേരി വെക്കണം. പിന്നെ രാത്രിയായി ഞങ്ങൾ വിളക്കൊക്കെ വെച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.